ഹലോ വെൽക്കം ടു മൈ പുതിയൊരു വ്ളോഗ് ഇട്ടാ. അപ്പോൾ ഇന്ന് നമ്മുടെ യാനുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചു കേട്ടോ. ഇവിടെയുള്ള കുറച്ച് പേര് നമ്മുടെ ബന്ധുക്കളിൽ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് ഫ്രണ്ട്സിനെയുമൊക്കെ കുറച്ച് പേരെ വിളിച്ചിട്ടാണ് നടത്തിയത്. അപ്പം ഞാൻ ചെയ്ത തീം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കൊക്കോ മെലൻ്റെ തീമാണ്. അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ, ആ ഒരു സോങ്ങാണ് കൊക്കോ മെലൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊക്കോ മെലൻ്റെയിലാണ് ചെയ്തത്. ഞങ്ങളൊരു രാത്രി ഒരു 10-11 മണിയാകുമ്പോഴാണ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അതൊരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴേക്കും അവസാനിക്കും ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ അവന് ഒരു ഫോട്ടോ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചു. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടി ഒരു കറക്റ്റ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ആ ഒരു ടൈമിങ്ങിന് എത്താൻ വേണ്ടി പറ്റിയില്ല. നല്ല മഴയുള്ള കാരണം ആർക്കും കറക്റ്റ് ടൈമിങ്ങിന് എത്താൻ പറ്റിയില്ല. അപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടാണ് കേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ കേക്കിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യലായി. അതുമാത്രമല്ല അവൻ ആ ഒരു ടൈമിൽ നല്ല ഉറങ്ങാൻ ടൈമായിരുന്നു. അവന് നല്ല പോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് രീതിക്ക് നല്ല വാശിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മുടെ കേക്ക് എത്തി. തീം ഒരു കൊക്കോമെലൻ്റെ ആയതുകൊണ്ട് തന്നെ കേക്കും ഞാൻ കൊക്കോമെലൻ്റെ തന്നെയാണ് പറഞ്ഞത്. ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് വെൽവെറ്റ് ചീസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും മിഠായികളും ഒക്കെ റെഡിയാക്കി വെച്ചു. കേക്കും കൂടി എത്തിയപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഫുള്ളായി. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചത് നമ്മുടെ ഒല്ലൂർ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഫെജിന്നാണ് കേട്ടോ. ഈ ഡെക്കറേഷൻ്റെ ആയാലും ഈ ടേബിളിൽ വരച്ചിരിക്കുന്ന ഷീറ്റായാലും എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ. പിന്നെ ഞാനുവിൻ്റെ ഡ്രസ്സാണെങ്കിൽ നമ്മൾ തൃശ്ശൂരുള്ള ബേബി മീനാണ് മേടിച്ചത്. കേക്ക് കട്ട് ചെയ്യണ നേരത്ത് അവന് കുറച്ചധികം അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ കേക്ക് ഇതില്ലേ തൊപ്പി വെക്കാൻ വേണ്ടി മറന്നുപോയി. അത് വെക്കാൻ മറന്നുപോയിന്ന് കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറയുന്നത്. എനിക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല, അവർക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഒരുത്തന്നെ അത് പിടിച്ച് നിൽക്കണ കണ്ടില്ലേ, രണ്ടാളും അത് ആ കറക്റ്റ് ടൈമിങ്ങിന് അത് പൊട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് നാണം കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് വാപ്പതേ പൊട്ടിച്ചു. അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അവന് ചെറുതായിട്ടൊന്ന് നെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ കരച്ചിലിൻ്റെ ഇടയിലായാലും അത് നന്നായി കഴിച്ചു. പിന്നെ എനിക്ക് വായിൽ വെച്ച് കൊടുക്കാൻ പറ്റിയില്ല. അവൻ്റെ കയ്യിൽ ആ കേക്ക് തടസ്സം നിൽക്കായിരുന്നു. എല്ലാവരും അത് മാറ്റാൻ പറഞ്ഞിട്ട് ഓടിയിടായിരുന്നു. അത് കാരണം എനിക്ക് കേക്ക് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ വെച്ച് കൊടുത്തു. പിന്നെ അപ്പോഴാണ് തൊപ്പിയുടെ കാര്യം പറയുന്നത്. അങ്ങനെ ഞാൻ തൊപ്പി വെച്ച് കൊടുത്തു. പക്ഷെ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ തൊപ്പി വെക്കാനായിട്ട്. കുറേ നേരം കഴിഞ്ഞിട്ടും ആ സാധനം പൊട്ടുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇതിപ്പോൾ പൊട്ടിക്കുമ്പോഴാണ് അവന് നെട്ടി പേടിക്കുക. പിന്നെ നമ്മൾ ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി കുറേ ടൈം എടുത്തു കേട്ടോ. കുറേ ആ ഫൗണ്ടൻ വർക്ക് ചെയ്ത ആ ഒരു ഇതുണ്ടായിരുന്നു, ബലൂൺ പോലത്തെ, അതൊക്കെ വായി വെച്ച് കൊടുത്തു. എന്നിട്ടും രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇടയ്ക്ക് കരച്ചിൽ നിൽക്കും, ഇടയ്ക്ക് നല്ല വാശിയാവും. ഇതേ കണ്ടില്ലേ, ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് ഫാമിലി ഫോട്ടോ എടുക്കാനായാലും എല്ലാവർക്കും വന്ന് വായിൽ കേക്ക് കൊടുക്കാനായാലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ്റെ കരച്ചിൽ കാരണം. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ വിളിച്ച മിക്ക പേരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കേക്ക് മറ്റേ ഫൗണ്ടൻ വർക്ക് എടുക്കലായി എല്ലാവരുടെയും പണി. അതും വന്ന് നോണ്ടി എടുക്കലായിരുന്നു എല്ലാവരും പണി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്ലേറ്റിലാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള ആ ഒരു തിരക്കിലായിരുന്നു. മിഠായികളും എല്ലാം എല്ലാവർക്കും കൊടുക്കേണ്ട തിരക്കിലായിരുന്നു. എനിക്ക് അതിനൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ കരഞ്ഞിട്ട് അവനെടുത്ത് നടക്കാനും ഒക്കെ ആയിരുന്നു. പിന്നെ വാപ്പെടുത്ത് അവന് കേക്കൊക്കെ കൊടുത്ത് ഏകദേശം ഒന്ന് സെറ്റാക്കി മിഠായും ഒക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും മിഠായൊക്കെ കൊടുത്തു കഴിഞ്ഞ് കേക്കും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കേക്കിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ അടിപൊളി തന്നെയായിരുന്നു. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ഇത്തതാണ് ഉണ്ടാക്കി തന്നത്. അത് എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ തികയില്ലാന്നാണ് വിചാരിച്ചത്, പക്ഷെ കറക്റ്റായി. പിന്നെ നമ്മുടെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ വാപ്പയാണ്. അപ്പോൾ വാപ്പക്ക് നല്ല കാര്യമായിട്ട് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ കുറേ പരിപാടികളും ഒക്കെ തുടങ്ങിയിട്ടാണ് ആ ഒരു നേരത്തേക്കെല്ലാം അവസാനിപ്പിച്ചത്. അങ്ങനെ ചിക്കൻ വറുത്ത് വെച്ച് കറിയായിരുന്നു ഉണ്ടായിരുന്നേ. അതൊക്കെ സെറ്റായി. അത് ഇടയിൽ ഞാൻ ആഡാക്കിയതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും നല്ല കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കേക്ക് കഴിക്കണതിൻ്റെ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഉണ്ടായത്. പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു. കുറേ പേരായിട്ട് ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. വീഡിയോസായിട്ടും ഫോട്ടോസായിട്ടും കുറേ അങ്ങനെ എല്ലാവരുടെ കൂടെ നിന്നെടുത്തു. ഭയങ്കര കരച്ചിലായിരുന്നു.
again. Yeah, we built it over trust, I'll never get enough. You got me all in love with you. So many things I do and girl, you never wanna judge. And baby, you're the reason that I ever fell in love. You never give me drama, so no need to walk away. Girl, I just wanna be right with you every single day. And if there's any trouble, yeah, we coming through as one. You know I got your back in every way under the sun. Girl, I be staring, looking at you every single night. I just gotta let you know you brighten up my life.